Hi dears, welcome back to my channel. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നുറുക്ക് ഗോതമ്പും ശർക്കരയും പഴമൊക്കെ ചേർത്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. എല്ലാവർക്കും തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് ചേരുവകൾ മാത്രം മതി. ഇപ്പം നുറുക്ക് ഗോതമ്പൊക്കെ എല്ലാവരുടെ കയ്യിലുണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവരും ഇതൊരു തവണ തയ്യാറാക്കി നോക്കണം കേട്ടോ. വളരെ ഈസിയാണ് തയ്യാറാക്കി എടുക്കാനായിട്ട്. നമ്മൾ രാവിലെ തന്നെ നുറുക്ക് ഗോതമ്പ് കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾക്കൊക്കെ ഈവനിങ് സ്നാക്കായിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഇതുപോലുള്ള സിമ്പിൾ ആൻഡ് ഈസി റെസിപ്പീസാണ് ഞാൻ അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് കണ്ടു നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 1 കപ്പ് നുറുക്കോതമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ രാവിലെ തന്നെ വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ്. എന്നിട്ട് നന്നായിട്ട് കഴുകി വെള്ളം കൂറ്റി ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ കുതിർത്തെടുക്കണം കേട്ടോ. രാവിലെ തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിലധികം വെള്ളമൊന്നും ഉണ്ടാവരുത്. അപ്പോൾ നല്ല പോലെ ഊറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു മധുര പലഹാരമാണ് കേട്ടോ. അപ്പോൾ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സോഡാപ്പൊടി ഓപ്ഷനാണ്. സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പലഹാരം നന്നായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് സോഡാപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ശർക്കര പാനിയാക്കി വെച്ചിരുന്നു. അപ്പോൾ ഞാനിവിടെ ഒരു 3 അച്ച് ശർക്കര ഇതുപോലെ ഒന്ന് കുറഞ്ഞ വെള്ളത്തിലാണ് കേട്ടോ ഉരുക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മാവിൽ ഒരുപാട് വെള്ളം കൂടി പോരും. നല്ല ടൈറ്റ് ആയിട്ടുള്ളൊരു മാവാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ശർക്കര ഉരുക്കിയെടുക്കുമ്പോൾ ഒരല്പം മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഉരുക്കിയെടുക്കാൻ. അപ്പോൾ ഒരു 1/2 കപ്പിനടുത്ത് ശർക്കര ഉരുക്കിയ ശർക്കരപ്പാനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിരുന്നു. ഇനി നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളമില്ലാതെ കിറെന്ന് പറഞ്ഞിട്ടൊരു സൗണ്ട് മിക്സി പുറപ്പെടുവിപ്പിക്കുകയാണെങ്കിൽ മാത്രം ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അല്ലാതെ കൂടുതൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ ഇതിവിടെ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരിപ്പൊടിയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ അരിപ്പൊടിയൊക്കെ നല്ലപോലെ ഇതിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമ്മുടെ മാവ് വേണ്ടത്. അപ്പോൾ വെള്ളം കൂടാതെ നിങ്ങൾ നോക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ട പഴം കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 3 പഴം ഇതുപോലെ സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പഴം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതെന്താണെന്നുള്ളത്. അപ്പോൾ നമ്മളിവിടെ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് പഴംപൊരിയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു റെസിപ്പിയാണ് പഴംപൊരിയുടെ. പക്ഷേ ആരും നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് തയ്യാറാക്കി കാണില്ല. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നുറുക്ക് ഗോതമ്പ് കൊണ്ട് ഇതുപോലെ പഴംപൊരി തയ്യാറാക്കി നോക്കിയപ്പോൾ. അപ്പോൾ ഞാനിവിടെ ഇതിൽ നിന്ന് ഓരോ പഴം ഈ ഒരു മാവിൽ മുക്കിയിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ പഴംപൊരി ചുട്ടെടുക്കുന്ന പോലെ തന്നെ ചുട്ടെടുക്കുക. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പഴംപൊരിയാണ്. നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ടൊക്കെ പഴംപൊരി ഉണ്ടാക്കാറില്ലേ, അതിൻ്റെയൊക്കെ ഒരു ഏകദേശം ടേസ്റ്റാണ് കേട്ടോ ഇതിന്. ഇനി നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് 2 വശം ബ്രൗൺ നിറമാവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റട്ടെ. അപ്പോൾ ഇതുപോലെ എല്ലാവരും നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടൊന്ന് പഴംപൊരി തയ്യാറാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് അറിയിക്കണം. ഇതുപോലെ ഇനി നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ റെസിപ്പിയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് ഒരുപാട് റെസിപ്പികൾ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടു നോക്കണം. ഒരുപാട് കൂട്ടുകാർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പഴംപൊരിയും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കണം കേട്ടോ. ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ പഴംപൊരി ഇവിടെ മുഴുവനായിട്ടും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുത്തുകൊണ്ട് പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉൾഭാഗം നല്ല സോഫ്റ്റുമാണ്. നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്